മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെ വ്യക്തിപരമായ ആവശ്യത്തിന് വരുമ്പോൾ തിരുവനന്തപുരം മാതൃഭൂമി എഡീഷനിൽ, എറണാകുളത്തെ എഡീഷനിൽ കണ്ടില്ല, തിരുവനന്തപുരം മാതൃഭൂമി എഡീഷനിലെ ഫ്രണ്ട് പേജിൽ ചുവട്ടിൽ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയുടെ ഫോട്ടോ ഉണ്ട്. അതിൻ്റെ ചുവട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു വരിയുണ്ട്. ഒരു IAS ചിത്രം, വലിയ ചിത്രം, റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി കാണാനും കുറേ കാലം കൂടി ജീവിക്കാനും സാധിച്ചിരുന്നു എങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. സാധ്യമല്ല എന്നറിയാമെങ്കിലും ഹൃദയഭേദകമായിട്ട് തോന്നിയ ആ വരി എനിക്ക്, ഞാനത് നിങ്ങളുടെ മുമ്പിൽ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പരിവേഷത്തോടു കൂടി സമർപ്പിക്കുന്നു. തത്വശാസ്ത്രത്തിൻ്റെ പരിവേഷത്തോടു കൂടി സമർപ്പിക്കുന്നു എന്ന് പറയാൻ കാരണം, നമ്മുടെ കൂടെ ഇന്നുള്ളവർ നാളെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ വഴക്കിടുകയും വാശിയും പകയും വിദ്വേഷവും അഹങ്കാരമോ എന്തെല്ലാമോ ചേർത്ത്, എന്തെല്ലാമോ വികാര വിക്ഷോഭത്തിൻ്റെ പുറത്ത് എന്തെല്ലാമോ ചെയ്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും അവസാന ശ്വാസം എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും, അതുപോലെ ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും, അതേപോലെ ജനനവും മരണവുമുണ്ട്. മരിക്കുന്നവരുടെ വാർത്തകൾ, എണ്ണം, ചിത്രം, ഇതെല്ലാം നിത്യവും നമ്മൾ കാണുമ്പോഴും മരണം നമുക്കുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കാറില്ല. ധർമ്മപുത്രരോട് യക്ഷൻ ഒരു ചോദ്യം ചോദിച്ചു അത്രേ. പാണ്ഡവര് യക്ഷന്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് നകുലൻ മുതൽക്ക് സഹദേവൻ അതിൻ്റെ മുകളിൽ, പിന്നെ അർജുനൻ അതിൻ്റെ മുകളിൽ, ഭീമൻ, അവസാനം ധർമ്മപുത്രര് തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ തടാകത്തിൻ്റെ ഉടമസ്ഥനായ യക്ഷൻ ഒരു ചോദ്യം ചോദിച്ചു അത്രേ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ഇതിൽ നിന്ന് വെള്ളം കുടിക്കരുത് എന്ന്. ദാഹത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയപ്പോൾ 4 സഹോദരന്മാർക്കും ചോദ്യം കേൾക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല, അത് വിലയിരുത്താനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. ധർമ്മപുത്രൻ 5-മൻ അവിടെ വന്നപ്പോൾ യക്ഷനോട് ചോദിച്ചു, എൻ്റെ സഹോദരന്മാർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ കാരണം എന്താണ്? യക്ഷൻ മറുപടി പറഞ്ഞു, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ എൻ്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കരുത് എന്ന് ഞാൻ അവരെ അറിയിച്ചിരുന്നു. എൻ്റെ ചോദ്യം കേൾക്കാനോ അതിന് മറുപടി പറയാനോ അവർ തയ്യാറായില്ല. അങ്ങും അതിന് തയ്യാറായില്ലെങ്കിൽ അങ്ങക്കും ഇവരുടെ തന്നെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു അത്രേ. ഏതായാലും ധർമ്മപുത്രര് ചോദ്യം ചോദിച്ചോളാൻ പറഞ്ഞു. ഒരു 100ഓളം ചോദ്യം യക്ഷൻ ചോദിച്ചു. അതിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളൊരു ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും മഹാത്ഭുതം എന്ന് പറയുന്നത് എന്താണ് എന്ന്. അതിന് ധർമ്മപുത്രന് മറുപടി കൊടുത്തത്, നമ്മൾ ഈ കാണുന്ന മനുഷ്യ സൃഷ്ടിയോ അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിച്ചതോ ഒന്നുമല്ല മഹാത്ഭുതം. അനുനിമിഷം മരണത്തെക്കുറിച്ച് കേൾക്കുകയും മരണം കാണുകയും മരണം സ്വന്തം ബന്ധുക്കൾക്ക് അനുഭവിക്കുന്നത് നേരിട്ട് നിന്ന് അത് കേൾക്കുകയും കാണുകയും കരയുകയും എല്ലാം ചെയ്ത വ്യക്തിയും തനിക്ക് മരണമുണ്ടെന്ന് ചിന്തിക്കണില്ല. അതാണ് ലോകത്തിലെ മഹാത്ഭുതം എന്ന് ധർമ്മപുത്രര് പറയേണ്ടത്. അത് ഞാൻ ഈ സമയത്ത് ഈ റിട്ടയേർഡ് ചീഫ് സെക്രട്ടറിയുടെ ദേഹവിയോഗത്തിൻ്റെ ആ ചിത്രം മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ, ട്രിവാൻഡ്രം എഡീഷനിൽ കൊടുത്തിട്ട് അവരുടെ ബന്ധുക്കൾ ഈ വരി എഴുതിയപ്പോൾ കുറച്ചു കാലവും കൂടി കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അത് സാധ്യമല്ല എന്നറിയാമാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാം. എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ എത്രയോ കാലം ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു, ഇനി അച്ഛനെ കാണാൻ പറ്റില്ല. അമ്മ ചോറ് വിളമ്പി തരുന്നതും ദോശ വിളമ്പി തരുന്നതും എല്ലാം മനസ്സിലുണ്ട്. പക്ഷെ യാത്ര പറഞ്ഞു പോയി.
ഇനി അമ്മയെ കാണാൻ പറ്റില്ല. നമ്മുടെ ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും മകളായാലും സഹോദരനായാലും സഹോദരിയായാലും അവരോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാമോ തിന്മകൾ വാശിയുടെയും പകയുടെയും പേരിൽ ചെയ്യുന്നു. പക്ഷേ ഓർമ്മിക്കുക, അവരിലൊരാൾ ഡൽഹിയിലേക്ക് പോയെങ്കിൽ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. ദുബായിലേക്കോ അമേരിക്കയിലേക്കോ ജർമ്മനിയിലേക്കോ പോയെങ്കിലും തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ലോകത്ത് നിന്ന് എന്നത്തേക്കുമായിട്ട് യാത്ര പോയി കഴിഞ്ഞാൽ അവരുടുത്ത ഡ്രസ്സ്, അവരിട്ട ചെരുപ്പ്, അവർ കയ്യിലണിഞ്ഞ വാച്ച്, അവരുടെ കണ്ണട, അവർ കിടന്ന കസേര, അവർ ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, അവർ സംസാരിച്ച രീതി, അവരുടേതായിട്ടുള്ള എല്ലാം നമുക്ക് കാണാം. പക്ഷെ അവരില്ല. അവരുടേതായിട്ടുള്ളതെല്ലാം നമുക്ക് കാണാം, അവരില്ല. ഇനി 2 ദിവസം കഴിഞ്ഞ് അവരെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? അതും ഇല്ല. എന്നത്തേക്കുമായി പോയി. ഞാൻ എന്നും പറയാറുണ്ട്, കാലം ഭാവിയിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനത്തിൽ നിന്ന് ഭൂതത്തിലേക്കും ഒഴുകുന്നു. ഒരിക്കലും ഭൂതത്തിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനത്തിൽ നിന്ന് ഭാവിയിലേക്കും കാലം ഒഴുകില്ല. എല്ലാവരും, ഞാനിപ്പോൾ ഇരിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്, ഞാൻ ജനിച്ച് വളർന്ന സ്ഥലത്ത്. ഒത്തിരി പേരെൻ്റെ കളിക്കൂട്ടുകാരെ ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ കാണുന്നു. മനസ്സിലാക്കാൻ പറ്റാത്തയിടത്തോളം അവർ വൃദ്ധരായി കഴിഞ്ഞു, വാർദ്ധക്യത്തിൻ്റെ ഗ്രിപ്പിൽ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ അവരിൽ ഓരോരുത്തരായിട്ട് യാത്ര പറയും. ഞങ്ങൾ പണ്ട് ഒരുമിച്ച് ദഹനത്തിന് പോകുമ്പോഴും ഹോട്ടലിൽ ഒരുമിച്ച് സപ്ലയറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അമ്പലത്തിലെ പൂജാരിയായിട്ട് ശാന്തിക്കാരനായിട്ട് വർക്ക് ചെയ്യുമ്പോഴും TDM ഹാളിൽ കുറേ കാലം 10-25 കൊല്ലം അസിസ്റ്റൻ്റായി ദഹനക്കാരനായിട്ട് വർക്ക് ചെയ്യാൻ ആരുടെ കീഴിലാണോ പോയിരുന്നത് അവരെല്ലാം മരിച്ചു കഴിഞ്ഞു. അവരിപ്പോൾ ആരുമില്ല. എൻ്റെ അയൽവക്കത്തെ എൻ്റെ സുഹൃത്തുക്കൾ പോലും 9 പേരിൽ 7 പേര് മരിച്ചു കഴിഞ്ഞു. എല്ലാവരും പാസ്പോർട്ടും വിസയും തീർന്നു കഴിഞ്ഞ് പോയവരാണ്. നമ്മുടെ വിസയുടെയും പാസ്പോർട്ടിൻ്റെയും കാലാവധിയൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് അറിഞ്ഞൂടാം. പക്ഷെ അതിനൊരു കാലാവധി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എനിക്കും നിങ്ങൾക്കും തിരിച്ചു പോകേണ്ടി വരുന്നൊരു ദിവസം ഉണ്ടാവും. ഈ ചീഫ് സെക്രട്ടറിയുടെ ചിത്രം കാണിച്ചുകൊണ്ട് അവരുടെ ബന്ധുക്കൾ പറഞ്ഞത് കുറച്ചു കാലവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നാശിച്ചു പോകുന്നു. ആ വരി ഹൃദയസ്പർശിയായിട്ട് തോന്നി. പ്രണാമം, നമസ്കാരം.